ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പവി കെയർടേക്കർ 18ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അങ്ങനെ 245ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 6000-ന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ 11% ഒക്യുപ്പൻസി മാത്രമാണ് ഈ ഒരു തിങ്കളാഴ്ച കാണാനുള്ളത്. ഇന്നലെ ഞായറാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് കാണാൻ കഴിഞ്ഞത്. ഏകദേശം 40 ലക്ഷത്തിനടുത്തുള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇന്ന് നല്ല ഒരു ഇടിവ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായും ആ ഒരു പ്രതീക്ഷ എങ്ങനെയാണോ അതേപോലെ തന്നെ വന്നിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ ഏകദേശം 9 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരമായിട്ട് വന്നിരിക്കുന്നത്. അതായത് സിനിമയ്ക്ക് ഏകദേശം 17-18 ലക്ഷം രൂപയോളം മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ആദ്യമായിട്ട് 20 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് സിനിമയുടെ കളക്ഷൻ പോയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും 2 ദിവസങ്ങൾ കൂടിയാണ് സിനിമയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്രീ റൺ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ നേരെ അടുത്ത സിനിമയുടെ റിലീസുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ. അതിനെ ബേസ് ചെയ്തിരിക്കും സിനിമയുടെ ബാക്കി കളക്ഷനും കാര്യങ്ങളുമൊക്കെ. എന്തായാലും ഒപ്പം വന്ന പല സിനിമകളെയും തള്ളി മാറ്റിക്കൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. ഇതിനോടകം തന്നെ കേരള കളക്ഷൻ 8 കോടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 12.5 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. എന്തായാലും പവി കെയർടേക്കർ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയാം. താങ്ക് യു. ഗ്രേറ്റ് മീഡിയാസ്.